ശബ്ദം ഇങ്ങനെ സുഖമായിട്ട് കൊണ്ടു നടന്നു എന്നൊക്കെ പറയും. അങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല ആർക്കും. അത് അധികം നമ്മളെ കൊണ്ട് നടക്കുകയാണ് ശബ്ദം. ശബ്ദം നമ്മളെ കൊണ്ടാണ് പറന്നു പോകുന്നത്. ആ പറക്കലാണ് ചെയ്യണം. അല്ലാതെ ശബ്ദത്തിനെ പറ്റിയൊന്നും പുള്ളി ഒന്നും ആലോചിച്ചൊന്നുമില്ല. പുള്ളി സാധാരണ പോലെ ജീവിക്കുന്നു. ശബ്ദം അദ്ദേഹത്തിനെ കൊണ്ടിങ്ങനെ പറന്നു നടക്കുന്നു. അതാണ് ചെയ്യണം. ഓർത്താൽ ഒരുപാട് കാര്യങ്ങൾ. എന്റെ നല്ല പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. നീ മണിമുകിലാടകളാടിയല്ലൊരു മിന്നൽ, അതിന്റെ പോയറ്റിക് വഴിക്ക് കൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അതുപോലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അതുപോലെ വട്ടയിലും പന്തലിട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു കൊച്ചു പയ്യനായി. അദ്ദേഹം കല്ലായി കടവ് പാടുമ്പോൾ ഒരു മണിമാരനായി. അതുപോലെ അദ്ദേഹം സ്വയംവര ചന്ദ്രിക പാടുമ്പോൾ ഒരു കവിയായി. നീ ഒരു പുഴയായി തഴുകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു പ്രണയലോലനായ ഒരു ചെറുപ്പക്കാരനായി. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അദ്ദേഹം പാടിയത് തന്നെ ആയിരക്കണക്കിന് പാട്ടുകൾ നമുക്ക് കൊണ്ടു നടക്കാനുണ്ട്. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹം നമ്മുടെ സ്വന്തം ചേട്ടനാണ്. എന്റെ ഏട്ടനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. ആണെങ്കിൽ നമ്മൾ അടുത്താണ്. അതാണ് ജേട്ടൻ. എപ്പോഴും ദൂരത്താണ്. അദ്ദേഹം എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ ഞാൻ മദ്രാസിൽ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് എപ്പോഴും ഒന്ന് കേൾക്കുമ്പോൾ നമ്മൾ അടുപ്പായി. അതാണ് ജേട്ടൻ. അപ്പൊ എന്റെ വിശ്വന്റെ എന്റെ അനിയന്റെ തലമുറയിലേക്ക് വരുമ്പം അദ്ദേഹം എത്ര ദൂരം സഞ്ചരിച്ചായിരുന്നു. ദക്ഷിണാമൂർത്തി ദേവരായ മാഷ്, ഇങ്ങനെ വയലാർ ഭാസ്കര മാഷ്, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എത്തുമ്പോഴും അദ്ദേഹത്തിന് യാതൊരു മാറ്റമില്ല. പെരുമാറ്റത്തിലോ ജീവിതത്തിലോ പാട്ടിലോ ആലാപനത്തിലോ ഒരു മാറ്റമില്ല. അതാണ് ജേട്ടൻ.